പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് വേജ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഓഫീസ് ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്, ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യാനാ? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ഇപ്പൊ കോസ്റ്റ് ഷീറ്റ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് ടോട്ടൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം, അതുപോലെ കോസ്റ്റ് പെർ യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് 3 കോളം പ്രൊവൈഡ് ചെയ്തു അല്ല, ഒരു പർട്ടിക്കുലർ കോളോ, മറ്റൊന്ന് ടോട്ടൽ കോസ്റ്റും, മറ്റൊന്ന് കോസ്റ്റ് പെർ യൂണിറ്റും അല്ലെ. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം അല്ലെ. ഇതിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ് അല്ലെ. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാ പറയുന്നത്? 75,000, 75,000 ടോട്ടൽ വന്നിരിക്കുന്നത്. നമ്മള് കോസ്റ്റ് പെർ യൂണിറ്റ് കാണണമെങ്കിൽ എത്രയാണ്? 2000 കൊണ്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം ഈ 75,000 ഡിവൈഡ് ബൈ 2000 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 37.50. ഇതാണ് ഒരു യൂണിറ്റിന് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നത്. എത്ര രൂപേന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാം? ഓക്കെ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് എന്താണ്? വേജ് ആണ് ആഡ് ചെയ്യുന്നത്. വേജ് എത്ര വന്നത്? 1,20,000 അല്ലെ. 1,20,000 ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 1,20,000 വന്നിട്ടുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. യു വിൽ ഗെറ്റ് 60. എത്ര കിട്ടും? 60 രൂപ കിട്ടും. 60 രൂപ. ഓക്കെ. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് എക്സ്പെൻസ്. എത്ര വന്നത്? 20,000. 20,000 ഡിവൈഡ് ബൈ 2,000 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 കിട്ടും അല്ലെ. 10. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കേട്ടോ. അപ്പൊ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെസ്, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇത് കിട്ടും പ്രൈം കോസ്റ്റ്. എത്ര വരിക പ്രൈം കോസ്റ്റ്? ഓക്കെ. ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാല് 2,15,000 അല്ലേ. 2,15,000 ടോട്ടൽ പ്രൈം കോസ്റ്റ് വരും. ഇനി പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരും? 60ഉം 37ഉം 97ഉം 10ഉം 107 അല്ലെ. 107.5 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന എന്തായിരുന്നു? യെസ്, ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 50,000 അല്ലെ. 50,000 പെർ യൂണിറ്റ് എത്ര ഉണ്ടാവും? ഡിവൈഡ് ബൈ 2,000 എത്ര വരും? 25 വരും അല്ലെ. 25 വരും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാലോ. അപ്പൊ 2,65,000 വരും അല്ലെ. 2,65,000 വരും. ഇവിടെ 132.5 വരും. റെഡി അല്ലേ? 132.5. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? കിട്ടിയത്? ഫാക്ടറി കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? വർക്ക് കോസ്റ്റ് എന്ന് വിളിക്കും. വർക്ക് കോസ്റ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യാൻ തന്നിട്ടുള്ളത്? ഓഫീസ് ഓവർഹെഡ് അല്ലെ. ഓഫീസ് ഓവർഹെഡ്. ആഡ് ഓഫീസ് ഓവർഹെഡ്. എത്രയാ ഓഫീസ് ഓവർഹെഡ് വരുന്നത്? 30,000 അല്ലെ. ഓക്കെ. 30,000 ഡിവൈഡ് ബൈ 2000 എത്രയാ? 15 അല്ലെ. അപ്പം ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഒരു 2,95,000 വരും അല്ലെ. 2,95,000. ഇവിടെ 32 47 147.5 വരും. റൈറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാനുള്ളൂ. എന്താണത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. എത്രയാണ് വന്നിരിക്കുന്നത്? 60,000 ആണ്. 60,000 ഡിവൈഡ് ബൈ 2000 എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും അല്ലെ. 30. ക്ലിയർ? ഓക്കെ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ അങ്ങനെ പറയും. കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2,95,000 60ഉം 3,55,000. 3,55,000. ഇനി അങ്ങനെയല്ല, പെർ യൂണിറ്റ് കോസ്റ്റ് എടുക്കുകയാണെങ്കിലോ 77 അല്ലെ. 177.50. Okay, so this is the cost sheet.